ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. ഇയ്യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം. അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞതെന്തെന്നാൽ, ഉത്തരം പറവാൻ എൻ്റെ നിരൂപണങ്ങൾ പൊങ്ങി വരുന്നു. എൻ്റെ ഉള്ളിലെ തത്രപ്പാട് ഹേതുവായിട്ട് തന്നെ. എനിക്ക് ലജ്ജാകരമായ ശാസന ഞാൻ കേട്ടു. എന്നാൽ ആത്മാവിൻ്റെ വിവേകത്തിൽ നിന്ന് ഉത്തരം പറയുന്നു. മനുഷ്യൻ ഭൂമിയിലുണ്ടായതു മുതൽ പുരാതനമായ വസ്തുത നീ അറിയുന്നില്ലയോ? ദുഷ്ടന്മാരുടെ ജയഘോഷം താൽക്കാലികമത്രേ. വഷളൻ്റെ സന്തോഷം ക്ഷണനേരത്തേക്കേയുള്ളൂ. അവൻ്റെ മഹിമ ആകാശത്തോളം ഉയർന്നാലും അവൻ്റെ തല മേഘങ്ങളോളം എത്തിയാലും അവൻ സ്വന്തം മലം പോലെ എന്നേക്കും നശിക്കും. അവനെ കണ്ടിട്ടുള്ളവർ അവൻ എവിടെയെന്ന് ചോദിക്കും. അവൻ സ്വപ്നം പോലെ പറന്നുപോകും, അവനെ പിന്നെ കാണുകയില്ല. അവൻ രാത്രി ദർശനം പോലെ പാറിപ്പോകും, അവനെ കണ്ടിട്ടുള്ള കണ്ണിനി അവനെ കാണുകയില്ല. അവൻ്റെ ഇടം ഇനി അവനെ ദർശിക്കുകയുമില്ല. അവൻ്റെ മക്കൾ ദരിദ്രന്മാരോട് കൃപയാചിക്കും. അവൻ്റെ കൈ തന്നെ അവൻ്റെ സമ്പത്ത് മടക്കി കൊടുക്കും. അവൻ്റെ അസ്ഥികളിൽ യൗവനം നിറഞ്ഞിരിക്കുന്നു, അവ അവനോടുകൂടെ പൊടിയിൽ കിടക്കും. ദുഷ്ടത അവൻ്റെ വായിൽ മധുരിച്ചാലും അവനത് നാവിൻ കീഴെ മറച്ചു വെച്ചാലും അതിനെ വിടാതെ പിടിച്ച് വായ്ക്കകത്ത് സൂക്ഷിച്ചു വെച്ചാലും അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ച് അവൻ്റെ ഉള്ളിൽ സർപ്പവിഷമായി തീരും. അവൻ സമ്പത്ത് വിഴുങ്ങിക്കളഞ്ഞു, അത് വീണ്ടും ഛർദ്ദിക്കേണ്ടി വരും. ദൈവം അത് അവൻ്റെ വയറ്റിൽ നിന്ന് പുറത്താക്കി കളയും. അവൻ സർപ്പവിഷം നുകരും, അണലിയുടെ നാവ് അവനെ കൊല്ലും. തേനും പാൽപ്പടയും ഒഴുകുന്ന തോടുകളെയും നദികളെയും അവൻ കണ്ട് രസിക്കുകയില്ല. തൻ്റെ സമ്പാദ്യം അവൻ അനുഭവിക്കാതെ മടക്കി കൊടുക്കും. താൻ നേടിയ വസ്തുവായിക്കൊത്തവണ്ണം സന്തോഷിക്കുകയുമില്ല. അവൻ ദരിദ്രന്മാരെ പീഡിപ്പിച്ച് ഉപേക്ഷിച്ചു, താൻ പണിയാത്ത വീട് അപഹരിച്ചു. അവൻ്റെ കൊതിക്ക് പദം വരായികയാൽ അവൻ തന്നെ മനോഹര ധനത്തോടുകൂടെ രക്ഷപ്പെടുകയില്ല. അവൻ തിന്നുകളയാതൊന്നും ശേഷിപ്പിക്കുകയില്ല, അതുകൊണ്ട് അവൻ്റെ അഭിവൃദ്ധി നിലനിൽക്കുകയില്ല. അവൻ്റെ സമൃദ്ധിയുടെ പൂർണ്ണതയിൽ അവന് ഞെരുക്കമുണ്ടാകും. അരിഷ്ടന്മാരുടെ കൈയൊക്കെയും അവൻ്റെ മേൽ വരും. അവൻ വയറു നിറയ്ക്കുമ്പോൾ തന്നെ ദൈവം തൻ്റെ ഉഗ്രകോപം അവൻ്റെ മേലയക്കും. അവൻ ഭക്ഷിക്കുമ്പോൾ അത് അവൻ്റെ മേൽ വർഷിപ്പിക്കും. അവൻ ഇരുമ്പായുധം ഒഴിഞ്ഞോടും, താമ്രശാപം അവനിൽ അസ്ത്രം തറപ്പിക്കും. അവൻ പറിച്ചിട്ട് അതവൻ്റെ ദേഹത്തിൽ നിന്ന് പുറത്തു വരുന്നു. മിന്നുന്ന മുന അവൻ്റെ പിത്തത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഘോരത്വങ്ങൾ അവൻ്റെ മേലിരിക്കുന്നു. അന്ധകാരമൊക്കെയും അവൻ്റെ നിക്ഷേപമായി സംഗ്രഹിച്ചിരിക്കുന്നു. ആരും ഊതാത്ത തീക്കവൻ ഇരയായിത്തീരും. അവൻ്റെ കൂടാരത്തിൽ ശേഷിച്ചിരിക്കുന്നതിനെ അത് ദഹിപ്പിക്കും. ആകാശം അവൻ്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും, ഭൂമി അവനോട് എതിർത്ത് നിൽക്കും. അവൻ്റെ വീട്ടിലെ വരവ് പോയിപ്പോകും, അവൻ്റെ കോപത്തിൻ്റെ ദിവസത്തിൽ അത് ഒഴുകിപ്പോകും. ഇത് ദുഷ്ടന് ദൈവം കൊടുക്കുന്ന ഓഹരിയും ദൈവം അവന് നിയമിച്ച അവകാശവുമാകുന്നു.